ഹായ് ഹലോ. നല്ല മഴ പെയ്യും കേട്ടോ പുറത്ത്. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. ഇപ്പോഴത്തെ മഴയൊക്കെ ഇങ്ങനെയല്ലേ, പ്രതീക്ഷിക്കാതെ അങ്ങ് പെയ്യും. അതിനിപ്പോൾ സമയവും കാലവും നേരവും ഒന്നും ഇല്ലാത്തൊരു മഴ അല്ലേ. പണ്ടൊക്കെ മഴ വരുന്നത് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ എന്തായാലും ഉച്ച കഴിഞ്ഞ സമയമാണ് കേട്ടോ. എനിക്കൊരു കൊറിയർ വന്നപ്പോൾ ആ കൊറിയറിന് ജസ്റ്റ് ഇങ്ങനെ പൈസയൊക്കെ കൊടുത്തിട്ട് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്തുണ്ടാക്കും വൈകുന്നേരത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും. അപ്പോൾ കുറച്ചിങ്ങനെ റൈസ് വെച്ച് എന്തെങ്കിലുമൊക്കെ നാക്കി കൊടുക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉച്ചക്കത്തതും രാവിലത്തതും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അടിപൊളിയാക്കിയിട്ട് സെറ്റാക്കാം. അതായത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ റെഡിയാക്കാം. പക്ഷേ ഈ സ്നാക്സ് റെഡിയാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാട്ടോ. ടെൻഷൻ എന്ന് പറഞ്ഞാൽ അധികം എണ്ണയിലൊന്നും വറുത്തത് കൊടുക്കാൻ പറ്റത്തില്ല, ഒത്തിരി മധുരം കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് കൊടുക്കും, കുറച്ച് ഹെൽത്തി ആയിരിക്കണം, എന്നാൽ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ ഈ സ്നാക്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും. ഈ മിക്സർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആക്കി ഒരുപാട് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് കിച്ചനാണെങ്കിൽ ഇത് വരും, വേദനയൊക്കെ വരും. അപ്പോൾ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഇതുപോലത്തെ റൈസ് ഓരോന്നൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഹരിപ്പാട് പോയപ്പോൾ കുറച്ച് ചെങ്കലവയും കുറച്ച് നല്ല ചെങ്കലവ കേട്ടോ, നല്ല ഈ റെഡ് നിറങ്ങൾ ചെങ്കലവ നല്ലതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ റെഡ് നോക്കിയാൽ കേട്ടോ, നല്ല റെഡാണെന്നുണ്ടെങ്കിൽ നല്ല ചെങ്കലവയായിരിക്കും. അതിന് കൂടെ കുറച്ച് കൊഞ്ചും കിട്ടിയത് കേട്ടോ. അപ്പോൾ ഈ കൊഞ്ച് കുറച്ച് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വൈകുന്നേരം. സാധാരണ പോലെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് ഓയിലങ്ങ് പിടിക്കത്തില്ലേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊന്ന് ബ്രോസ്റ്റഡായിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ ബ്രോസ്റ്റഡ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ബേക്കേഴ്സിൻ്റെ ഒരു ബ്രോസ്റ്റഡ് പൗഡർ വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ആദ്യം നമുക്ക് ഈ കൊഞ്ച് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കാം. സത്യം പറഞ്ഞാൽ ആദ്യ കാലങ്ങളിലൊക്കെ വരുമ്പോഴല്ലോ കൊഞ്ച് വൃത്തിയായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടോ എയറൊക്കെ പോകുന്നുണ്ടോ. നല്ല രസമുണ്ടല്ലേ. ആദ്യ കാലങ്ങളിലൊക്കെ എനിക്ക് കൊഞ്ച് വൃത്തിയാക്കൽ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. എൻ്റെ വിചാരം ഭയങ്കരമായിട്ട് ഏതാണ്ട് പ്രയാസമുള്ളൊരു ജോലിയാണ് കൊഞ്ച് ഞണ്ട് ഇതൊക്കെ വൃത്തിയാക്കുക എന്നുള്ളത്. പക്ഷേ ഞണ്ടിൻ്റെ കൂടെ ഇപ്പോഴും ഞാൻ അങ്ങനെ കുറച്ച് നിന്നിട്ട് ഞണ്ട് വെട്ടുമ്പോൾ ഒരു 5-6 മുറിവെങ്കിലും എൻ്റെ കയ്യിലുണ്ടാവും ഉറപ്പായിട്ടും. അത് കഴുകി വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്കും കറി വെച്ച് കഴിയുമ്പോഴത്തേക്കും കഴിക്കാൻ എൻ്റെ കൈക്ക് ഉണ്ടാവത്തില്ല, അതേ രീതിയിലായിരിക്കും അതിൻ്റെ പകരം. പക്ഷേ ഭയങ്കര എളുപ്പം കേട്ടോ. എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൃത്തിയാക്കാൻ ഭയങ്കര എളുപ്പം, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പെട്ടെന്ന് പൊളിച്ചെടുക്കാം. പിന്നെയുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലൊരു ഒരു കറുത്ത നാര് പോലെ സാധനമില്ലേ, അപ്പോൾ അത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനാണ് കുറച്ച് ടൈം എടുക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒന്ന് കഴുകിയെടുക്കാൻ കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ബസുമതി റൈസ് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിരുന്നു കേട്ടോ. അപ്പം വെള്ളം നല്ലോണം തിളച്ചപ്പം മറ്റു മസാല ഒന്നും എടുത്തില്ല, ഉപ്പും വെള്ളം നല്ലോണം തിളപ്പിക്കുക, ഇച്ചിരി നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒഴിച്ചിട്ട് കുതിർത്ത അരിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുത്ത് മാറ്റി വെക്കും. ഞാനിന്ന് റൈസും ഈ പ്രോൺസ് ഫ്രൈയുമാണ് ഉണ്ടാക്കുന്നത്, ഷോർട്ട്സിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വേവട്ടെ. എനിക്ക് ഈ വലിയ റൈസ് ബസുമതി റൈസ് വലിയ റൈസില്ല നീളമുള്ളത്, എന്നിട്ട് ചെറിയ കൈമല്ല ബസുമതി റൈസ്, ഇത് വേവാനായിട്ട് എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടല്ലോ ഇൻ കേസ് നമ്മുടെ ശ്രദ്ധയൊന്നും തെറ്റിപ്പോയാലും വെന്ത് അളിഞ്ഞ് കുഴഞ്ഞൊന്നും പോകത്തില്ല. പക്ഷേ മറ്റേ ചെറിയ കൈമ റൈസ് ഇല്ലേ ജീരകശാല, അത് ഭയങ്കര ടെൻഡറിങ് ആട്ടോ. അതായത് പെട്ടെന്ന് നമ്മളത് ഒന്ന് കണ്ണ് തെറ്റി കാണാൻ ഇതെല്ലാം കൂടെ കാണാൻ അവിഞ്ഞ് കഞ്ഞി പരിവാകുന്നത്. പക്ഷേ ഇവിടെ ഇതിനകത്ത് വിഷയമില്ല കേട്ടോ. നല്ല ഇത് ഇൻ്റഗ്രേറ്റിൻ്റെ റൈസാണെങ്കിൽ നല്ല റൈസ് ആട്ടോ. അങ്ങനെ അതെല്ലാം നന്നായിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി വെച്ചപ്പോഴത്തേക്ക് അരി വെന്ത് കേട്ടോ. അരി വെന്തപ്പോൾ ജസ്റ്റ് ഞാൻ ആ ക്യാമറയിലോട്ടൊന്ന് നോക്കിയതാണ്, എൻ്റെ കയ്യിലോട്ടങ്ങ് തെറിച്ച് വീണു. അങ്ങനെ അത് പൊള്ളി. അപ്പോൾ എനിക്ക് ഈ അരി ഇന്ന് ഉള്ളിൽ തിന്ന് നോക്കണം, അപ്പോഴാണ് അത് വെന്തോ ഇല്ലെന്ന് മനസ്സിലായത്. അപ്പോഴത്തേക്ക് മണി 3:30 ആയി. 3:30 ആയപ്പോഴത്തേക്കും ബാക്കി ആ വെച്ച അത്രയും പോസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറി ഡ്രസ്സൊക്കെ മാറി വണ്ടിയിൽ കയറി മക്കളെ വിളിക്കാൻ പോയി കേട്ടോ. അപ്പോഴത്തേക്ക് മഴ ഉണ്ടായിരുന്നെങ്കിലും ചെറിയ ചാറ്റുണ്ടായിരുന്നു, എങ്കിലും ഞാൻ പിന്നെ കോട്ടൊക്കെ കൊണ്ടാണ് പോയത് രണ്ടുപേർക്കും. എനിക്കും വെറുതെ പനി പിടിച്ച് വെക്കായിട്ടുണ്ടല്ലോ വീട്ടിലോട്ട്. ഒരാൾക്ക് വന്നാൽ എല്ലാവർക്കും വന്ന് കണ്ടിട്ടൊക്കെ പോകത്തുള്ളൂ, സുഖവിവരം അന്വേഷിച്ചിട്ടേ പനി പോകത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവരെ കോട്ടിട്ടുണ്ട് തന്നെ കൊണ്ടുവരാം. പിന്നെ ഇതെല്ലാം ഞാൻ അഴിച്ചെടുക്കണം. അഴിച്ച് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇവന്മാരോട് ഞാൻ ഇങ്ങനെ അഴിക്കടാ എന്ന് പറഞ്ഞ് ഉള്ള പൊട്ടിയിരിക്കുന്നതുകൊണ്ട് പിന്നെയും പൊട്ടിക്കാന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് കൊണ്ടുവന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ഓരോ സൈഡിൽ ഇങ്ങനെ അഴിച്ചു കൊടുക്കും. അപ്പോൾ ഓരോന്നേരം അഴിച്ചിട്ട് കൊടുത്താൽ ബാക്കി അങ്ങ് അഴിച്ചോളും. അങ്ങനെ അതെല്ലാം അഴിച്ച് മാറ്റി. അപ്പോഴത്തേക്ക് പാലും എന്തിട്ടുണ്ടായിരുന്നു, പിന്നെ പാലും എടുത്ത് തിരിച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും വയ്യാണ്ടായി കേട്ടോ. നടു ഭയങ്കരമായിട്ടും പെയിൻഫുള്ളാണ്. പക്ഷേ നമുക്കങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇനി നമുക്കിനി അടുത്ത വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യാനാണ്. ഇവിടെ ഞാൻ മെയിനായിട്ട് എടുത്തിരുന്നത് ക്യാപ്സിക്കം. നമ്മളെപ്പോഴും റൈസ് വെക്കുമ്പോൾ ക്യാപ്സിക്കം മസ്റ്റായിടണം കേട്ടോ. ക്യാപ്സിക്കവും പിന്നെ നമ്മുടെ ഓനിയൻ ഇല്ലേ, മറ്റേ സ്പ്രിങ് ഓനിയൻ, അതും കൂടെ ഇടാമെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഫ്ലേവറാട്ടോ. ഫ്ലേവറിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ക്യാപ്സിക്കം കൂടെ ഉണ്ട്, നല്ലല്ലേ, പ്രോട്ടീനൊക്കെ ഉള്ളല്ലേ. അങ്ങനെ കുറച്ച് ബീൻസും കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കവും ക്യാബേജും ഇവിടെ അരിഞ്ഞെടുക്കാം. എല്ലാം നന്നായിട്ട് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇങ്ങനെ അതേ രീതിയിൽ തന്നെ ക്യാപ്സിക്കവും, നമുക്ക് ക്യാപ്സിക്കം വേറെ കളറൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരൊറ്റ ക്യാപ്സിക്കം ചേർക്കണം, എൻ്റെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്യാരറ്റ് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് 2-3 മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലോട്ട് വെക്കുക കേട്ടോ. ഇത് നമുക്ക് റൈസിന് വേണ്ടിയുള്ള മുട്ടയാണേ.
അപ്പോൾ ഇതിനാകപ്പാടെ ഒരു 6 മുട്ടയുടെ ചിലവുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് അടിച്ചേക്കുക, കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഞാൻ കുരുമുളക് പൊടി ഇപ്പോഴല്ല ഇട്ടത്, ഇത് ഒഴിച്ച് കഴിഞ്ഞപ്പോഴേ ഞാൻ അതിൻ്റെ കാര്യം ഓർത്തത് കേട്ടോ. അതുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ തന്നെ ഇട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നല്ലോണം ബീറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാട്ടോ, അങ്ങനെ വാരി കോരി ധാരധാരയുടെ ഒഴിക്കാം. നല്ലതാണേ, നെയ്യ് കുഞ്ഞും കൊടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഇതിലോട്ട് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികളില്ലേ അതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. നല്ലോണം വഴറ്റി കഴിയുമ്പോഴത്തേക്കും ക്യാരറ്റൊക്കെ വേവാൻ ഇച്ചിരി ടൈം എടുക്കും. ഇതിൻ്റെ കൂടെ സവോളയും കൂടെ ഇടാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പക്ഷേ സവോള ഈ പിള്ളേർ കഴിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടാറില്ല. ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയില്ലേ അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് ഒരു നടുക്കൊരു കുഴി ഉണ്ടാക്കുക. നമ്മൾ ഈ സദ്യക്കൊക്കെ ഇരിക്കുമ്പോൾ സാമ്പാറിന് പരിപ്പിനൊക്കെ കുഴിക്കത്തില്ലേ, അതുപോലെ ഒരു കുഴി കുഴിച്ചിട്ട് അതിലോട്ട് അപ്പോഴത്തേക്കും കുറച്ച് എണ്ണ ഇങ്ങനെ നെയ്യോ നമ്മൾ ഒഴിച്ച് എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ അതിലോട്ട് മുട്ട പൊട്ടിച്ചിങ്ങോട്ട് ചിക്കി പൊരിച്ച് എല്ലാം കൂടെ അങ്ങോട്ട് തൂത്ത് വാരി ഇങ്ങനെ നന്നായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പൊന്നും ചെക്ക് ചെയ്യണേ, ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇടാം. പിന്നെ റൈസിൽ ഉപ്പിട്ടല്ലേ നമ്മൾ വേവിക്കുന്നത്, അതിലോട്ട് ഈ റൈസ് അങ്ങോട്ട് തട്ട്. ഈ റൈസ് നമുക്ക് ഉണ്ടാക്കി വച്ചിരുന്നാൽ ആഴ്ചയിൽ എപ്പോഴെങ്കിലും നമുക്ക് വേണ്ട സമയത്ത് ഇതെടുത്തിട്ട് ഇതേ സെയിം പ്രോസസ്സ് അങ്ങ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് നെയ്യും കൂടി ചേർത്ത്. അപ്പോൾ കുറച്ചുകൂടി നെയ്യ് ഒഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡ്രൈ ആകുമെന്ന് തോന്നി കുറച്ചും കൂടി നെയ്യ് ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടി ഒരു ഓയിലി സ്ട്രക്ചർ വരും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടോ. അങ്ങനെ വേറൊരു 2-3 മുട്ട എടുക്കുക, നല്ലോണം പതപ്പിച്ച് വെക്കുക. ഞാനിതാണ് പറഞ്ഞു ഈ ബേക്കേഴ്സിൻ്റെ ഞാൻ പറഞ്ഞില്ലേ എന്തായിരുന്നു ഇത് ബ്രോസ്റ്റഡ് പൊടിയും, ആ ബ്രോസ്റ്റഡ് പൊടിയിൽ ഇനി ചെയ്തത് ഞാൻ ഒരു അബദ്ധം കാണിച്ച കഥയാണ് ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അതായത് ഇത് കണ്ടോ, ഓരോ പ്രോൺസിനെ എടുത്തിട്ട് ഈ മുട്ടയിലൊന്ന് മുക്കുക. ഈ ബ്രെഡ് ക്രംസ് ഈ ബ്രേക്കേഴ്സിൻ്റെ ഈ പൊടിയില്ലേ ഇതിനകത്തൊന്ന് മുക്കുക. എന്നിട്ട് എടുത്ത് വെച്ചാൽ നല്ല കറക്റ്റായിട്ട് കോട്ട് ചെയ്ത് കിട്ടുമായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് ഇങ്ങനെ അമ്മയെ വെച്ചിക്കുന്നതെന്ന് പറഞ്ഞ നിലവിളി അവിടെ അങ്ങോട്ട് ഉയർന്നു കേൾക്കാം. അപ്പോൾ ഇവരിവിടെ നോക്കും അടുക്കള ഞാൻ എന്താ ഉണ്ടാക്കുന്നത്, അവർക്ക് ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ അവരെൻ്റെ നിലത്ത് നടന്നതില്ല. ഞാൻ ധൃതിക്ക് വേണ്ടി പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് മുട്ടയിലോട്ട് ഇട്ടിട്ട് ഒന്നിച്ചിങ്ങനെ വെച്ചപ്പോഴത്തേക്കും എന്താ പറ്റിയെന്ന് വെച്ചാൽ എല്ലായിടത്തും ശരിക്കും അങ്ങോട്ട് ആ കോട്ടിങ് വന്നില്ലെന്നേ ഉള്ളൂ. വേറെ ടേസ്റ്റിന് യാതൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പറഞ്ഞു ഫസ്റ്റ് ഉണ്ടാക്കിയത് ഇങ്ങനെ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പും ഒരു വൃത്തിയിലും കിട്ടി. ബട്ട് ബാക്കിയെല്ലാം കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഇരുന്നെങ്കിലും എല്ലാം കൂടെ ഒരുമിച്ചിട്ടുണ്ട് ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വെളിച്ചെണ്ണ എടുക്കും. ഞാൻ അങ്ങനെ സൺഫ്ലവർ ഓയിൽ ഇപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷേ നല്ലതാണ് സൺഫ്ലവർ ഓയിലിൽ വറുത്താൽ കുറച്ചും കൂടെ നല്ല. പക്ഷേ വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ഓയിൽ തന്നെ വെളിച്ചെണ്ണ തന്നെ എടുക്കുക കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് നല്ലതായിട്ട് ഇതിങ്ങനെ വറുക്കുക, കോരുക, പാത്രത്തിലോട്ട് ഇടുക. അതിനോട് റൈസും കൂടി ഇട്ടിടുക. നല്ലോണം വയറ് ഫില്ലാവാനും പിന്നെ പ്രോട്ടീനുണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, റൈസ് ഉണ്ട്, കാർബുണ്ട്, എല്ലാം ഉണ്ടല്ലോ. അങ്ങനെ ഒരു ബാലൻസ്ഡായിട്ട് കഴിക്കാം. പിന്നെ കുറച്ച് സോസും കൂടെ ഒക്കെ ഒഴിച്ച് കൊടുക്കുന്നതൊക്കെ തിന്നട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ റിവ്യൂ പറയുന്നുണ്ട് 2 പേരും കൂടെ. അപ്പം അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടതാണ്. പിന്നെ ഉണ്ടാക്കുന്ന കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ.